കാസർകോട്ടെ ദേശീയപാതയിലെ അപാകതയെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് കാസർഗോഡ് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിപ്പിച്ചു. അപകട ഭീഷണിയെ തുടർന്നാണ് നടപടി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് പ്രദേശം അപകടാവസ്ഥയിലാണ്. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ കാസർഗോഡ് മേഖലയിൽ പല സ്ഥലത്തിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്ന വാർത്തകൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സമാനമായ മറ്റൊരു വിഷയമാണ് ഈ മേൽപ്പറമ്പയിൽ നിന്ന് വരുന്നത്, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയിൽ ചട്ടഞ്ചാലിനും ചെർക്കളയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലത്താണ്. നമുക്ക് ആര്യ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതൊരു ദേശീയപാതയോരത്തുള്ള ഒരു ദൃശ്യമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായ ഒരു പ്രദേശമാണ് ഇതിപ്പോൾ നിരവധി വാഹനങ്ങൾ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത്. വലിയ മൺകൂന ഇവിടെ രൂപപ്പെട്ടതും കാണാം. ഇതിന് സമീപത്തായാണ് ഇപ്പോൾ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഇത് കഴിഞ്ഞ ദിവസം വരെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാകുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ. ഇതിന്റെ ഒരു അപകടാവസ്ഥ എന്ന് വെച്ചാൽ ഈ വലിയ കുന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഇവിടെ റോഡ് വളരെ താഴ്ചയിലാണ് റോഡ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ കുന്ന് രൂപപ്പെട്ടിരിക്കുന്നു ഇവിടെ. ആ കുന്നിന് മുകളിലായി ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നതോടുകൂടി പോലീസ് സ്റ്റേഷൻ തന്നെ ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കേണ്ട ഒരു അവസ്ഥ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ എഴുതി വെച്ചിട്ടുള്ളത് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ചട്ടഞ്ചാലുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അറിയിപ്പും ഇവിടെ വെച്ചിട്ടുണ്ട്. അത്രത്തോളം അപകടാവസ്ഥയാണ്. ഒരു പോലീസ് സ്റ്റേഷൻ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം അപകടാവസ്ഥയിലാണ് ഈ കെട്ടിടം, ഈ സ്ഥലം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമുക്ക് ഒന്നുകൂടി ഈ ദൃശ്യങ്ങളിലേക്ക്, ഈ ദേശീയപാതയിലെ ഇതിന് തൊട്ട് മുന്നിലുള്ള ദൃശ്യങ്ങളിലേക്ക് പോയാൽ കൃത്യമായ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് നമുക്ക് കാണാം. ബസ് ഉൾപ്പെടെ. ഇതിന് തൊട്ടടുത്താണ് ചട്ടഞ്ചാൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ ദേശീയപാതയാണ്. ദേശീയപാത പ്രധാന പാതയാണിത്. ഇതിൽ മണ്ണ് രൂപപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. ഒരുപാട് മണ്ണുകൾ ഇവിടെ ഇടിഞ്ഞു വീഴാൻ പാകത്തിലുണ്ട്. അതോടൊപ്പം മലവെള്ളം മുകളിൽ നിന്നും ഇങ്ങനെ ഒലിച്ച് ഈ ദേശീയപാതയിലേക്ക് വരികയാണ്. ഇവിടെയാണ് വലിയ ഗർത്തം രൂപപ്പെട്ട സ്ഥലം. ഒപ്പം ഇവിടെ വിള്ളൽ നേരത്തെ ഉണ്ടായി. അതുമാത്രമല്ല, മലവെള്ളപ്പാച്ചിലുണ്ടായതും ഇതേ സ്ഥലത്താണ്. ഇത് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണം നടക്കുന്ന രണ്ടാം റീച്ചാണ്. കാസർഗോഡ് ജില്ലയിലെ രണ്ടാം റീച്ചാണ്. അതായത് ചെർക്കള മുതൽ തളിപ്പറമ്പ് വരെയാണ് മേഘാ കൺസ്ട്രക്ഷന്റെ രണ്ടാം റീച്ച് ഉള്ളത്. ആ ഒരു പ്രദേശത്തിന്റെ തുടക്കം ഇവിടെയാണ്. വലിയ തോതിൽ ഒരു കുന്ന് ഇടിച്ച് അത്രത്തോളം അപകടാവസ്ഥയിലാണ് ഇവിടെ ദേശീയപാത നിർമ്മാണം നടന്നിട്ടുള്ളത്. അതിന് സമീപത്താണ് ഈ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഈ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഇവിടെ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. സാധാരണ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടമൊക്കെ മാറുമ്പോൾ വലിയ ഉദ്ഘാടനമൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വലിയ തോതിലൊരു അപകടാവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ പോലീസ് സ്റ്റേഷൻ മാറുന്ന സ്ഥിതി. പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങൾ കാണാമായിരിക്കുക. അത് വലിയ അപകടാവസ്ഥയിലായിരുന്നു. ഇത് ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്ത, ഒരുപാട് കേസുകളുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ഈ മേൽപ്പറമ്പ എന്ന് പറയുന്നത്. നേരത്തെ ബേക്കലിന്റെ കീഴിലായിരുന്നു. പക്ഷേ കേസുകൾ കൂടുതൽ വന്നതോടുകൂടി പുതിയ പോലീസ് സ്റ്റേഷൻ മേൽപ്പറമ്പില് ഇതാക്കിയായിരുന്നു, നിയമിക്കായിരുന്നു. ആ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ ഇവിടുന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം. ബഹുനില കെട്ടിടം അടക്കം ഈ പോലീസ് സ്റ്റേഷന്റെ ഭാഗമാണോ? ആ ദൃശ്യങ്ങളിൽ കാണുന്ന കെട്ടിടം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അത് അധികകാലമൊന്നും ആയിട്ടില്ല നിർമ്മിച്ചിട്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയൊരു കെട്ടിടത്തിൽ നിന്ന് പൂർണ്ണമായും ഈ പോലീസ് സ്റ്റേഷൻ മാറ്റേണ്ടി വരിക എന്ന് പറയുമ്പോൾ അവിടെയും വലിയ ധനനഷ്ടം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഇനി ഒരിക്കലും ഇവിടേക്ക് ഈ പോലീസ് സ്റ്റേഷന് തിരികെ എത്തി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയില്ല എന്നതാണോ അവസ്ഥ? ആര്യ, ഇനി ഈ പോലീസ് സ്റ്റേഷൻ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കാൻ. ആര്യ, ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഈ അപകടാവസ്ഥയുടെ ദൃശ്യം നമുക്ക് നേർചിത്രം ഇപ്പോൾ കാണാം. ഇതാണ് ഇപ്പോൾ ഈ ദേശീയപാതയിലെ ഒരു അവസ്ഥ.
എത്രത്തോളം അപകടകരമാണ് ഇതിലൂടെയുള്ള യാത്ര എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ കാട്ടിത്തരും. ആര്യ, നമുക്ക് കാണാം ബസ്, അതായത് കുട്ടികളെയും കൊണ്ടുള്ള ഒരു ബസ്സാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് സമീപത്തായി മണ്ണിടിഞ്ഞ് വീണതൊക്കെ നമുക്ക് കാണാം. ഈ മണ്ണ് ഒരു മഴ വന്നാൽ ഏത് സമയത്തും ഈ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീഴുമെന്നൊരവസ്ഥയാണ്. ഇതിപ്പോ 6 വരി ദേശീയപാതയാണ്. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു ഭാഗം മുഴുവൻ മണ്ണ് ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഇവിടെ മുകളിൽ മല ഇടിച്ച് വലിയ താഴ്ചയിലാണ് ഇപ്പോൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത്, ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിത് ദൃശ്യങ്ങളിൽ ഇതിന്റെ ഭീകരത കാണാം. ഇതിന് തൊട്ടടുത്ത് ഇതൊരു കുന്നായി രൂപപ്പെട്ടിരിക്കുന്നു. ഈ പോലീസ് സ്റ്റേഷൻ സാധാരണ ഒരു സ്ഥലത്തുണ്ട്. ഇതാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം. ഇവിടെ നിന്ന് നമുക്ക് നോക്കാം, ഇത്രത്തോളം താഴ്ചയിലാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏത് സമയത്തും ഈ കെട്ടിടം ഉൾപ്പെടെ താഴേക്ക് പതിക്കും എന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അത് വലിയൊരു അപകടക്കെണിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല കൂടിയാണ് കാസർഗോഡ്. മൺസൂൺ ഇനിയും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ശക്തമായ മഴയും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഒക്കെ ഇനിയും ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ നിൽക്കെ എന്ത് ധൈര്യത്തിൽ ആ റോഡിലൂടെ സാധാരണക്കാരായ ജനങ്ങൾ കടന്നു പോകും എന്നുള്ളതാണ്. അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലേ? ഈ സ്ഥലത്തേക്കെത്തി ഈ സാഹചര്യം മനസ്സിലാക്കി വേണ്ട വിധത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നില്ലേ അവിടെ? ആര്യ, അധികൃതർ ആകെ ചെയ്യുന്നത് കനത്ത മഴ വരുന്ന സമയത്ത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഏതെങ്കിലും കാരണവശാൽ ചെറിയൊരു മഴ വന്നാൽ ഈ കുന്ന് ഇടിഞ്ഞ് റോഡിലേക്ക് വീഴും. അപ്പോൾ തന്നെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. അത് ചന്ദ്രഗിരി പാലം വഴി തിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ്. അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇത് ഇനി എത്ര ദിവസം ഇത് വേണ്ടിവരും ഈ റോഡ് ഇതിന്റെ ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് എത്താൻ? അതല്ല, ഈ അപകടാവസ്ഥ ഒഴിവാക്കി ഇതിലെ ഇനി എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? ഇതിന് കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ ആര്യ, വലിയ തോതിൽ കുന്ന് ഇടിഞ്ഞു വീഴാൻ പാകത്തിലുണ്ട്. നിരവധി വീടുകളുണ്ട് ഈ പ്രദേശത്ത്. ആ വീടുകളെല്ലാം അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ ഈ ഒരു വീട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിന്റെ താഴ്ഭാഗത്ത് ഈ റോഡിടിച്ച് പൂർണ്ണമായും റോഡിടിച്ചതിന് ശേഷമാണ് ആ നിർമ്മിതി നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ സ്കൂൾ ബസ്, രാവിലെ നിരവധി സ്കൂൾ ബസ്സുകളാണ് ഇപ്പോൾ ഈ മൺകൂന ഇടിഞ്ഞു വീഴാൻ പാകത്തിലുള്ള മൺകൂനയുടെ ഇടയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. കൃത്യമായി നമുക്ക് കാണാം ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ ഇതിന്റെ അപകടാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന്. ആകെ ഒരു മഴ ആരംഭം ഉണ്ടായതേ ഉള്ളൂ. ഇനി മഴ ശക്തി പ്രാപിക്കാനുണ്ട്. ഇനി വരും ദിവസങ്ങളിലും മഴ ശക്തമായി ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇനി എങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുക? അതൊക്കെ വലിയ അപകടാവസ്ഥ. മാത്രമല്ല, യാത്ര ഒരു പക്ഷേ ഇതിലൂടെ നിരോധിക്കാൻ പറ്റും. മറ്റൊരു വഴി തിരിച്ചുവിടാൻ പറ്റും. ഇവിടെ താമസിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യുമെന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബൈജു. ഇപ്പോൾ ഒരു പോലീസ് കെട്ടിടമായതുകൊണ്ട്, സർക്കാർ സ്ഥാപനമായതുകൊണ്ട് അപകടാവസ്ഥയിലായപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവർക്ക് മറ്റൊരു ഇടത്തേക്ക് മാറാൻ കഴിഞ്ഞു. പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ? അവരുടെ ഭൂമിയും അവരുടെ സ്ഥലവും ഒക്കെ ഉപേക്ഷിച്ച് അവരെവിടേക്ക് പോകും? ഈ അവസ്ഥയിൽ അവർക്ക് ആര് തുണയാകും എന്നത് വലിയൊരു ചോദ്യമാണ്. തീർച്ചയായും ആര്യ, 100 കണക്കിന് വീടുകൾ ഈ പരിസരത്തുണ്ട്. അവരെല്ലാം ആശങ്കയിലാണ്. ഇത് ഈ ദേശീയപാതയിൽ ഈ അപകടാവസ്ഥ ഉള്ള ഈ പ്രദേശത്തിന്റെ തുടക്കമുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആണ് നമ്മൾ ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടാവസ്ഥ